മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആദ്യമായി പറയുന്ന ഭീതി ഏതായിരിക്കണം? മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിലുള്ള പേടി ഏതായിരിക്കണം? മിൻ ഖിബലില്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നായിരിക്കും. അയ്യഹുദ മിൻഹുൽ ഈമാൻ, ഞാൻ ചോദിക്കാതെ എന്നിലേക്ക് തന്ന അല്ലാഹുവിന്റെ ഔദാര്യമായി എനിക്ക് നൽകിയ ആ ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാൻ എന്നിൽ നിന്ന് എടുത്തു കളയുമോ? എന്റെ ഈമാൻ എടുത്തു പോകുമോ എന്ന പേടി വേണം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. സൂറത്തു ആൽ ഇംറാനിന്റെ 8-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളായ ആളുകളെ മനസ്സിലുള്ള പ്രാർത്ഥന എന്തായിരിക്കും? അവർക്കുള്ള ഭീതി എന്തായിരിക്കും? അവരുടെ ആവശ്യം എന്തായിരിക്കും? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അല്ലാഹുവേ ഞങ്ങളെ നീ ഹിദായത്തിലാക്കിയതിനു ശേഷം ഞങ്ങളെ ഖുലൂബിനെ, ഞങ്ങളെ ഹൃദയത്തെ ആ ഈമാനിൽ നിന്ന് നീ തിരിച്ചു കളയല്ല അല്ലാഹ്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. അതേ, നീ വഹ്ഹാബായ രാജാവാണ്. നിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഹിദായത്തിന്റെ മാർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഓ എന്റെ സഹോദരന്മാരെ, വലിയ അപകടമാണ് എന്റെ ഈമാൻ ഒരു കാലത്തും പോകൂല എന്ന ധൈര്യം പറയാൻ ഈ പാവപ്പെട്ട എനിക്ക് കഴിയൂല, നമ്മളെ കൊണ്ട് കഴിയൂല, ഒരാൾക്കും സാധിക്കൂല. ഈമാൻ അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം പോയി പോകാനോ ചെറിയ ചെറിയ കേസുകളേ ഉള്ളൂ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ഇസ്ലാമിൽ നിന്ന് രാജിയാവുന്ന, മുർത്തദ്ദായി പോകുന്ന കാര്യങ്ങള് മഹാന്മാരായ ഇമാമിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മറ്റൊരു ദിവസത്തെ പ്രഭാഷണം ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാവട്ടെ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങൾക്കൊരു ദുആ ഉണ്ട്. ആരംഭ ഹബീബായ മുത്തുനബി തങ്ങളെ ദുആ, യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്. ഓ എന്റെ മുഅ്മിനീങ്ങളെ, ആരംഭ ഹബീബായ മുത്തുനബി തങ്ങളെ ദുആണ്. അല്ലാഹുവേ യാ മുഖല്ലിബൽ ഖുലൂബ്, ഏത് ഹൃദയത്തെയും തിരിച്ചു കളയുന്ന, മാറ്റിത്തിരുത്തുന്ന യജമാനനായ അല്ലാഹ്, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിന്റെ മേലിൽ നീ അടിയുറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. എന്റെ ഹൃദയത്തെ ദീനിന്റെ മേലിൽ അടിയുറപ്പിച്ചു നിർത്തണേ എന്ന ദുആ നിർവഹിക്കുന്നതാരാണ്? കേവലം ഒരു പള്ളിയിലെ ഖാദിയാരല്ല, കേവലം ഒരു തങ്ങളല്ല, കേവലം ഒരു പ്രഭാഷകനല്ല, കേവലം ഒരു പള്ളി ഭാരവാഹിയല്ല. ലോകത്തിന്റെ നേതാവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേടിയാണ്. അപ്പോഴാണ് സ്വഹാബത്ത് ചോദിച്ചത്, നബിയേ, നിങ്ങളല്ലേ ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തന്നത്, നിങ്ങളല്ലേ ഞങ്ങളെ അള്ളാനെ പരിചയപ്പെടുത്തി തന്നത്, നിങ്ങളല്ലേ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചത്, നിങ്ങൾ തന്നെയല്ലേ നരകത്തെ താക്കീത് പഠിപ്പിച്ചു തന്നത്. ഇങ്ങനെ ലോകത്തുള്ള സകലമാന വിശ്വാസങ്ങളും കർമ്മങ്ങളും അങ്ങയിലൂടെ ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അങ്ങല്ലേ അള്ളാഹുവിന്റെ ദൂതർ അങ്ങേക്ക് പോലും ഈമാനിന്റെ കാര്യം
കാര്യത്തില് പേടിയാണോ നബിയേ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ഓ എന്റെ ഉമ്മമാരെ, അടിവരയിട്ട് കേട്ടോളണം. അതേ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? മസലുൽ ഖൽബി കരീഷ. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നത് അർളിൻ ഫലാത്തിൻ തുഖല്ലിബുഹ റിയാഹു ലഹുറൽ ബത്നി. ഏതൊരു മനുഷ്യന്റെയും ഹൃദയം കരീശത്തിന്റെ അർളിൻ ഫലാ, വിശാലമായ മരുഭൂമിയിൽ അകപ്പെട്ടുപോയ ഒരു പക്ഷിയുടെ തൂവല് പോലെയാണ്. കരീശത്തിന്റെ ഒരു തൂവല് പോലെയാണ്. ആ തൂവലുള്ളത് എവിടെയാ? ബിഅർളിൻ ഫലാ, വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടുപോയ ഒരു തൂവൽ. തുഖല്ലിബുഹ റിയാഹു ലഹുറൽ ബത്നി. അതേ, ആ ഭൂമിയുടെ മുകളിലുള്ള ഈ രോമം, അതല്ലെങ്കിൽ ഈ പക്ഷിയുടെ തൂവലുണ്ടല്ലോ, കാറ്റുകളെ ഏത് ഭാഗത്തേക്ക് അടിച്ചു വീശിയാലും ആ ഭാഗത്തേക്കെല്ലാം പറന്നു പോകുന്നത് നിങ്ങളെ കാണാറില്ലേ? ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയം. അവൻ ആഗ്രഹിക്കുന്ന ഭാഗങ്ങളിലേക്കെല്ലാം തിരിഞ്ഞു പോവോ, അവൻ കേൾക്കുന്നതൊക്കെ സത്യമാണെന്ന് തോന്നോ. അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഓ എന്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാനിനെ നമ്മൾ കാത്തോളണം. നമ്മൾ എന്തുകൊണ്ടാ പുത്തൻവാദികളെ പ്രഭാഷണങ്ങൾ കേൾക്കരുതെന്ന് പറഞ്ഞത്? അവരെ മാസിക വായിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്? യുക്തിവാദികളോട് അനാവശ്യമായി ചർച്ചയ്ക്ക് പോകരുതെന്ന് പറഞ്ഞത്? ക്രിസ്ത്യാനികളുടെ പ്രഭാഷണങ്ങൾ കേൾക്കരുതെന്ന് പറഞ്ഞത്? വേറൊന്നുമല്ല, നമ്മുടെ ഈമാന് ലോലമായ ഹൃദയത്തിന്റെ കത്തിളത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല കത്തിച്ചു എന്നതാണ്. ഏത് കേട്ടാലും ഇത് ശരിയാണെന്ന് തോന്നോ? കള്ളത്തൊരീക്കത്തുകാരനെ കേട്ടാൽ അത് ശരിയെന്ന് തോന്നോ? ഒരു വഹാബിയുടേത് കേട്ടാൽ അത് ശരിയെന്ന് തോന്നോ? ഒരു ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രഭാഷണം കേട്ടാൽ അത് നല്ലതാണെന്ന് തോന്നോ? ഇനി ഖാദിയാനിയുടേത് കേട്ടാലോ അതും തിരക്കേടില്ലെന്ന് തോന്നോ? ഒരു ക്രിസ്ത്യാനിയുടേത് കേട്ടാൽ നല്ലതാണെന്ന് തോന്നോ? ഇതൊക്കെ നമുക്ക് ഇൽമില്ലാത്തതിന്റെ പേരില് നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ലോലമായ മനസ്സാണ്. ഈമാന് പെട്ടെന്ന് നമ്മളിൽ നിന്ന് എടുത്തു കളയോ. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ പുത്തൻവാദികളോട് ഇടപെടണ്ട, അവരോട് നിങ്ങൾ ബന്ധപ്പെടണ്ട, അവർക്ക് നിങ്ങൾ സലാം പറഞ്ഞ് ലോകം പുലർത്തണ്ട. അവരുടെ അടുക്കൽ പോയി നിങ്ങളെ ബന്ധം പുലർത്തിയാൽ നിങ്ങളെ ഈമാനിനെ അവരെ തെറിപ്പിച്ചു കളയോ. അത് മാഷാണെങ്കിലും തെറിപ്പിക്കോ, കൂട്ടുകാരനാണെങ്കിലും തെറിപ്പിക്കോ, നാട്ടുകാരനാണെങ്കിലും തെറിപ്പിക്കോ. നിങ്ങളെ ഈമാനിനെ നിങ്ങൾക്ക് ഉറപ്പ് വെക്കാൻ കഴിയൂല, ഉറപ്പിച്ചു നിർത്താൻ കഴിയൂല. ഈമാന് വില നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ, ഈമാനിന്റെ പവർ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ, അവരോട് പൂർണ്ണമായി മാറി നിൽക്കാൻ അഹ്ലു സുന്നത്തി വൽ ജമാഅ പഠിപ്പിച്ചതും അത് തന്നെയാണ്. അതേ, നമ്മുടെ ഈമാന് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ. കാരണം എന്താണ്? കൂടുതൽ ഇടപെടുമ്പോൾ നമുക്ക് തോന്നും തിരക്കേടില്ലല്ലോ, ഇയാള് എന്ത് സോഫ്റ്റ് മനസ്സാണ്, ഇയാള് നല്ല പെരുമാറ്റമാണ് എന്നിങ്ങനെ നമുക്ക് തോന്നും. അത് നമ്മളെ കൊണ്ട് പിശാച് തോന്നിപ്പിക്കും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വഹാബികളോട് പുത്തൻവാദികളോട് എങ്ങനെ പെരുമാറണോ എന്നുള്ള വിഷയം മഹാന്മാരായ അയിമ്മത്തുകൾ പഠിപ്പിച്ചത് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, മസലുൽ ഖൽബ് കരീശത്തിന്റെ അർളിൻ ഫലാ. വിജനമായ മരുഭൂമിയിൽ, കാറ്റടിച്ച് വീശുന്ന മരുഭൂമിയിൽ അകപ്പെട്ടുപോയ പക്ഷിയുടെ തൂവല് പോലെയാണ്.
ഏത് ഭാഗത്തേക്കും ഇത് പറന്നു പോകും. പേടി വേണം, എപ്പോഴും മനസ്സിലുള്ള ഈമാൻ പോയി പോകുമോ? മുമ്പ് ഞാൻ ലുക്മാനുൽ ഹക്കീം തങ്ങളെ ചരിത്രം പറഞ്ഞത് നിങ്ങൾ ഓർമ്മയില്ലേ? ലുക്മാനുൽ ഹക്കീം തങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയുണ്ട്. ഭാര്യയോട് ബന്ധപ്പെടുന്ന സമയത്ത് അതിന്റെ ലഭ്യത മനസ്സിലാക്കിയില്ല, ഭക്ഷണത്തിന്റെ രുചി മനസ്സിലാക്കിയില്ല, ഈ ദുന്യാവിന്റെ സൗന്ദര്യം മനസ്സിലാക്കിയില്ല. എപ്പോഴും അവനെ മനസ്സില് അതേ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ? ഈ ഒരു പേടിയാണ്. അറിയോ നിങ്ങൾക്ക്, ലോകത്തില് അമ്പിയാക്കൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഈമാനിന്റെ ഉടമയാരാണ്? മുസ്ലിം സമുദായം ആദരിക്കുന്ന നേതാവാരാണ്? ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. മഹാനായ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. അതേ നബി തങ്ങളോടുകൂടെ എപ്പോഴും പരിചയപ്പെടുന്ന നേതാവാണ്. അങ്ങനത്തെ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളെ തൊട്ട് മഹാനായ അബ്ദുല്ലാഹി സനാബി ഇമാമിങ്ങൾ അങ്ങനെ ചെറിയ സൂറത്തുകളാണ് ഓതേണ്ടത്. അവിടെ മഅ്മൂമീങ്ങളെ ആക്രമിക്കാൻ പാടില്ല. ചില ആളുകളെ കാണാതെ പഠിച്ചതൊക്കെ ആ നേരത്തെ അങ്ങ് ഓതോ. പള്ളി ടൗൺ പള്ളിയാണെങ്കിൽ പിന്നെ മൂലിയരെ പിടിച്ചാ കിട്ടൂല. അയാൾ എവിടെ നിന്നെങ്കിലൊക്കെ എടുത്ത് ആർക്കും പരിചയമല്ലാത്ത ആയത്തോടിയാൽ ഇയാള് വലിയ കാര്യമാണല്ലോ എന്ന് മനസ്സിലാക്കോ. ഓ എന്റെ ഉസ്താദുമാരെ, ഇത് സുന്നത്ത് ജമാഅത്തിന് എതിരാണ്, അത് സുന്നത്തിന് എതിരാണ്. നമ്മൾ ഓതേണ്ടത് ചെറിയ സൂറത്ത് തന്നെ. ഒരു സൂറത്ത് പൂർണ്ണമായിട്ട് ഓതണം, ധാരാളം ആയത്തോതണം, ഏറ്റവും നല്ലതാണ് എന്ന വിഷയത്തിൽ മഹാന്മാരായ അയിമ്മത്തുകള് ചർച്ചയിട്ടിട്ടില്ലേ? അവിടെ ഏറ്റവും നല്ലത് ഏറ്റവും ചുരുങ്ങിയ സൂറത്തുകൾ ഓതിയാൽ ഒരു സൂറത്ത് ഓതിയ പ്രതിഫലം അല്ല കൊടുക്കോ. ആയത്ത് വലുതായാലോ അത്ര തന്നെ അക്ഷരം ഈ സൂറത്തിനില്ല എങ്കിലോ സൂറത്ത് പൂർണ്ണമായ ഓതിയതിന്റെ പ്രതിഫലം അത് വേറെ തന്നെയാണെന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചതല്ലേ. അതുപോലെ മഗ്രിബിന്റെ നേരത്തൊക്കെ ജനങ്ങൾ വന്നാൽ നിങ്ങളവിടെ അൽ ബഖറ ഓതാനെന്നാലോ ആലിംറാൻ ഓതാനെന്നാലോ അതെ, അത് വല്ലാത്ത വിഷമം തന്നെയാണ്. എന്നാൽ ഒരു ചെറിയ നാട്, ആ നാട്ടിലെ ആളുകൾ വരുന്നത് ഒരേ കണക്കനുസരിച്ചാണ്. ആ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ആ ജമാഅത്ത് ഒരുപോലെ ഇഷ്ടമാണ്. ഖിറാഅത്ത് ധാരാളം വർദ്ധിപ്പിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ അതേ ഇമാമിങ്ങൾക്ക് റക്അത്തില് ഓരോ ഖിറാഅത്തുകളും അധികരിപ്പിക്കാൻ പറ്റുമോ? അല്ലാത്ത പക്ഷോ ഇവിടെ ജമാഅത്ത് കഴിഞ്ഞിട്ട് വേണം ആളുകൾക്ക് നിസ്കാരം കഴിഞ്ഞ് കടയിലേക്ക് പോകാൻ. ദീർഘമായ യാത്രക്കിടയിൽ നിസ്കരിക്കാമെന്നതാണ്. നിങ്ങളെ നിസ്കാരം കഴിയുമ്പോഴേക്ക് അയാളെ വണ്ടി പോവും, അയാളെ ട്രെയിനിന്റെ സമയം തെറ്റോ. ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊരു തരം അക്രമമാണ്. നമ്മളതൊക്കെ ശ്രദ്ധിച്ചോളണം. അല്ലാഹു തആല നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, വേറെ കുറെ ആളുകളുണ്ട് സുബ്ഹാനല്ലാഹ് നിസ്കാരം കഴിഞ്ഞാ പിന്നെ മുസ്ലിയാര് എല്ലാ ദുആവും അയാള് പഠിച്ച എല്ലാ ദുആവും ആ ദുആക്കെ ചൊല്ലുന്ന തിരക്കിലാണ്. അതാണെങ്കിലോ മൈക്കിലൂടെ അങ്ങ് ഓതിയാലോ. ബേക്കില് മഅ്മൂമായി മസ്ബൂക്കായി നിസ്കരിക്കുന്ന ആളുകളെ നിസ്കാരത്തിന് തശ്വീഷ് വരുന്നുണ്ട്. ശ്രദ്ധിക്കണം. നമ്മളവിടെ മറ്റുള്ളവരെ നിസ്കാരത്തിന് കേടുവരുന്ന രൂപത്തിലുള്ള നിന്റെ ദുആയി, ആ ദുആയി ശരിയാവൂല. കുറഞ്ഞ സമയം വേണ്ട പോലെ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് വാരിതായ ദുആകളുണ്ട്. ആ ദുആകളാണ് നമ്മൾ ഓതേണ്ടത്. അത് ചൊല്ലിയാൽ ഹദീസിന്റെ റിവായത്തിലുള്ള ആ ദുആ നിർവഹിച്ചതിന്റെ കൂലി വേറെ തന്നെ കേട്ടോ. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ദുആകൾ, ആ ദുആകൾ നമ്മൾ ചൊല്ലണം. ഖുർആനിന്റെ ആയത്തോതിയ കൂലിയും കേട്ടോ. ഇത് നമ്മളായിട്ടുണ്ടാക്കിയ ദുആ നിർവഹിച്ച് ജനങ്ങൾക്കൊരു ശല്യമായി മാറാൻ പാടില്ല.
ഇതൊക്കെ ഞാൻ സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറിയൊരു സൂറത്തോതി. മഗ്രിബിന്റെ സമയമാണ്. സുബ്ഹാനല്ലാഹ്. ഈ സ്വഹാബി പറയുകയാണ്, വഖറഅ ഫിർറകഅതി സാലിസാ, മൂന്നാമത്തെ റകഅത്തിലേക്ക് ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളങ്ങ് ചെന്നപ്പോൾ ഫദനൗതു മിൻഹു, അബൂബക്കർ തങ്ങൾ അടുക്കലേക്ക് ഞാൻ അടുത്തു നിന്നു. ഹത്താ ഇന്ന ഫിയാബി ലതകാദു തമുസ്സു ഫിയാബഹു, എന്റെ വസ്ത്രം മഹാനവരുകളെ വസ്ത്രത്തോട് തൊട്ടുരുമ്മി നിൽക്കുമാറ് എന്റെ വസ്ത്രം അവിടുത്തെ വസ്ത്രത്തോട് തൊടുന്നുണ്ട്. അത്രയും അടുത്ത് ഞാൻ നിൽക്കുകയാണ്. അപ്പോഴോ ഫസമിഅതു യഖറഉ ബിഉമ്മിൽ ഖുർആൻ, പരിശുദ്ധമായ ഫാത്തിഹ സൂറത്ത് മൂന്നാമത്തെ റകഅത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഓതുന്നുണ്ട്. അത് കഴിഞ്ഞ ഉടനെ മൂന്നാം റകഅത്തിലല്ലേ വഹാദിഹില്ലായ, അതേ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ബഹുമാനപ്പെട്ടവർ ഈ ആയത്തോതുകയാണ്. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, എന്ന ഹബീബായ മുത്തുനബി തങ്ങളെ മുഹിബാക്കി മാറ്റിയതിന് ശേഷം, എന്നെ ഒരു അഖിലു സുന്നയിലാക്കിയതിന് ശേഷം, എന്നെ ഒരു മുഅ്മിനാക്കി മാറ്റിയതിന് ശേഷം എന്റെ ഈമാനിനെ നീ തിരിച്ചെടുക്കല്ല അല്ലാഹ്. എന്റെ ഹൃദയത്തെ സന്മാർഗത്തിൽ നിന്ന് വഴിതിരിക്കല്ല അല്ലാഹ്. ഈ ദുആ മഹാനായ ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രാർത്ഥനയാണ്. അതേ സ്വഹാബികൾ ഇതുപോലെ കരഞ്ഞവരാണ്. ധാരാളം സമയങ്ങളിൽ കരഞ്ഞിട്ടുണ്ടല്ലോ. ആ കരച്ചിൽ ഈമാനിന്റെ കരച്ചിലാണ്. മരിക്കുന്ന നേരത്തെ കരയാൻ മഹാന്മാരായ സ്വഹാബികൾ കരയുന്നത് എന്താണ്? അല്ലാഹുവിന്റെ പൊരുത്തം എനിക്ക് കിട്ടുമോ? എന്റെ ഈമാന് പോയി പോകുമോ? എന്റെ ഈമാന് നഷ്ടപ്പെട്ടു പോകുമോ? ഈ ഒരു വിഷയത്തിൽ മഹാന്മാരായ സ്വഹാബികളെ കരഞ്ഞ ചരിത്രങ്ങള് നൂറുകണക്കിനെന്നല്ല ആയിരക്കണക്കിന് ചരിത്രങ്ങൾ നമുക്ക് കാണാം. അഇമ്മത്തുകളെ ജീവിതത്തിൽ കാണാം. അവർക്കുള്ള ഒരേ ഒരു പ്രതീക്ഷ ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്തായിരുന്നു. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട്, എന്റെ ഉമ്മമാരോട്, എന്റെ സഹോദരിമാരോട്, എന്റെ ഉപ്പമാരോട് എപ്പോഴും നമ്മൾ ദുആ ഇരക്കുമ്പോൾ ഈമാനിന്റെ സലാമത്തിന് വേണ്ടി ദുആ ഇരക്കണം. അതല്ലേ 5 വക്ത് നിസ്കാരങ്ങളിൽ 18 തവണകളായി ഞാനും നിങ്ങളും വുദൂയെടുത്തതിന് ശേഷം ചൊല്ലാൻ നിബിധങ്ങളും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചൊരു ദുആ ഉണ്ടെങ്കിൽ അത് ഫാത്തിഹ സൂറത്തിലുള്ള ദുആ ആണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. സിറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ച് നിർത്തണം. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? നേരായ പാത. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നത് കാണാം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. മഹാന്മാരായ സ്വഹാബികളെ പാതയാണ്, അംബിയാക്കളെ പാതയാണ്, ശുഹദാക്കളെ പാതയാണ്,
സ്വാലിഹീങ്ങളെ പാതയാണ്. ആ പാതയ്ക്ക് വേണ്ടിയുള്ള ദുആ അതിൽ ഞങ്ങളെ നിലനിർത്തണേ അല്ലാഹ്. ഈ ഒരു ദുആ ഒരു തവണയല്ല 17 തവണ നമ്മളോട് പറയാൻ പറഞ്ഞതാണ്. ഇനിയോ കുനൂത്തിലേക്ക് അങ്ങ് കടന്നാലോ ആ കുനൂത്തിലും നമ്മൾ ദുആയിരകോ അല്ലാഹുമ്മ അഹ്ദിനി ഫീമൻ ഹദൈത അല്ലാഹുമ്മ അഹ്ദിനാ ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത വആഫിനാ ഫീമൻ ആഫൈത. പടച്ച റബ്ബേ, നീ ഹിദായത്ത് കൊടുത്തവരെ കൂട്ടത്തില് ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാഹ്. ഹിദായത്തുള്ള മഹാന്മാരോടുകൂടെ ഞങ്ങൾക്കും ഹിദായത്ത് നൽകണേ അല്ലാഹ്. മഹാനായ EKS മുസ്ലിയാരുടെ ഹിദായത്ത്, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഹിദായത്ത്, കുണ്ടൂർ ഉസ്താദിന്റെ ഹിദായത്ത്, താജുല്ലനമുള്ളാളെ പാപ്പ പഠിപ്പിച്ച ഹിദായത്ത്, കൻസുൽ ഉലമയും നൂറുൽ ഉലമയും പഠിപ്പിച്ച ഹിദായത്ത്, ആ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ച ഹിദായത്ത്, ശംസുൽ ഉലമ ഉസ്താദ് പഠിപ്പിച്ച ഹിദായത്ത്, ആ ഹിദായത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണയല്ലോ. ഓ എന്റെ ഉമ്മമാരെ, ഈ ഒരു ആദർശം നമ്മൾ മുറുകെ പിടിച്ചോളണം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യമായി നമ്മൾ അലട്ടുന്ന പ്രശ്നം എന്തായിരിക്കണം? മിൻകിബലില്ലാഹ്, അതേ അല്ലാഹു തആലയുടെ ഭാഗത്തിൽ നിന്ന് തന്നെ അയ്യൗഹുദ മിൻഹുൽ ഈമാൻ, എന്റെ ഈമാനിനെ അല്ലാഹു ഊരിയെടുത്താലോ പിന്നെ ഞാൻ നിസ്കരിച്ച നിസ്കാരത്തിന്റെ കൂലി കിട്ടുമോ? നോമ്പിന്റെ കൂലി കാണുമോ? ഹജ്ജിന്റെ കൂലി കിട്ടുമോ? ദിക്റിന്റെ ഫലം കാണുമോ? നമ്മൾ ഓതിക്കൊടുത്ത കിതാബിന്റെ ഇൽമിന്റെ ഫലം കിട്ടുമോ? അതുപോലെ ഞാനിവിടെ അങ്ങനെ ശബ്ദിക്കുന്നതിന്റെ കൂലി കിട്ടണമെങ്കിൽ ഈമാന് വേണല്ലോ. നിങ്ങൾ ഈ കേൾക്കുന്നതിന് കൂലി കിട്ടണമെങ്കിൽ ഈമാന് വേണല്ലോ. വിർദുൽ ലത്തീഫിന് കൂലി കിട്ടണമെങ്കിൽ ഈമാന് വേണല്ലോ. ഈമാനില്ലാതെ മരണപ്പെട്ടു പോയാൽ സകലമാന അഅ്മാലുകളും പൊളിഞ്ഞു പോവോ. മേലായ റബ്ബ് തആല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഏത് നിഅമത്തുകൾ എടുത്താലും ഈമാനാകുന്ന നിഅമത്ത് നീ എടുത്തു കളയല്ല അല്ലാഹ്.